നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ പത്മശ്രീ, പത്മഭൂഷൺ, പത്മവിഭൂഷൺ ഈ എല്ലാം അവാർഡ് ഒരു വ്യക്തിക്ക് കൊടുക്കുമ്പോൾ ആ രാഷ്ട്രം ആ ഒരു വ്യക്തികളെ ആദരിക്കുകയാണ്. അവർ ചെയ്ത കാര്യങ്ങളെ ഓർത്ത് രാജ്യം അവരെ ആദരിക്കുന്നു. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ആദ്യം നമ്മുടെ സംസ്ഥാനം ഒരു ലിസ്റ്റ് കേന്ദ്രത്തിന് അയക്കണം. എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും ഒരു ലിസ്റ്റ് കേന്ദ്രത്തിൽ അയച്ചിട്ട് അതിൽ നിന്ന് അവർ നോക്കിയിട്ടാണ് പത്മ പുരസ്കാരങ്ങൾ പ്രഖ്യാപിക്കുക. ശ്രീ മമ്മൂട്ടിയെ ഒരുപാട് തവണ കേരളത്തിൽ നിന്ന് ലിസ്റ്റിൽ ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് എനിക്കറിയാൻ സാധിച്ചത്. അങ്ങനെ അവസാനം അദ്ദേഹത്തിന് അവാർഡ് കിട്ടിയിരിക്കുന്നു. അദ്ദേഹത്തിന് പത്മശ്രീ ഉണ്ടായിരുന്നു, ഇപ്പോൾ പത്മഭൂഷൺ കിട്ടിയിരിക്കുന്നു. BSന് പത്മ പുരസ്കാരം കിട്ടിയിരിക്കുന്നു. നല്ല കാര്യം തന്നെ. വെള്ളാപ്പള്ളി നടേശനും പത്മ പുരസ്കാരം കിട്ടിയിരിക്കുന്നു. എന്തിന് എന്നൊരു ചോദ്യം ഞാൻ ആദ്യം കരുതി എനിക്ക് മാത്രമാണ് ആ ഒരു ചോദ്യമുള്ളതെന്ന്. പക്ഷേ സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞപ്പോൾ ആ ഒരു ചോദ്യം എല്ലാവർക്കുമുണ്ട്. കേരളത്തിൽ നിന്നുള്ള ലിസ്റ്റിൽ ഇല്ലാത്ത 2 പേരാണ് നമ്മെ വിട്ടുപോയ VSും അതുപോലെ വെള്ളാപ്പള്ളി നടേശനും. കേരളത്തിലുള്ള ലിസ്റ്റിൽ ഇല്ലാതെ എങ്ങനെ അവർക്ക് ആ പത്മ അവാർഡ് കിട്ടിയിരിക്കുന്നു? അതിപ്പോഴും ചോദ്യചിഹ്നമായിരിക്കുകയാണ്. ഒരു രാഷ്ട്രീയക്കാരന് പത്മ അവാർഡ് കിട്ടുന്നത് എൻ്റെ അറിവിൽ ആദ്യമായിട്ടാണ്. അതും അന്തരിച്ചു കഴിഞ്ഞിട്ട്. അതും കേരളത്തിൽ നിന്ന് ഇല്ലാത്ത ലിസ്റ്റിൽ നിന്ന് അദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്നു. ഇവർക്കെങ്ങനെ ആദരിക്കണമെന്ന് മോഹമുണ്ടെങ്കിൽ ഇവരൊക്കെ മരിക്കുന്നതിന് മുമ്പ് ഇവർക്ക് ഈ അവാർഡ് കൊടുത്തൂടെ? പക്ഷെ എത്ര ആലോചിച്ചിട്ടും എനിക്ക് വെള്ളാപ്പള്ളി നടേശന് എന്തിനാണ് അവാർഡ് കിട്ടിയതെന്ന് എനിക്കും അറിയില്ല. വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞ പോലെ അദ്ദേഹത്തിനും അറിയില്ല എന്തിനാണ് ഈ അവാർഡ്. പണ്ട് എന്നോ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് പത്മ അവാർഡ് വാങ്ങിക്കില്ല എന്നെല്ലാം. ഇതിലെല്ലാം ഇപ്പോൾ ഒരു ട്രോളായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ പത്മ അവാർഡ് എന്ന് പറയുന്നത് ഒരു ബഹുമാനമാണ്. അത് അംഗീകാരത്തിനുള്ള ബഹുമാനമാണ്. പക്ഷേ വെള്ളാപ്പള്ളി നടേശന് എന്ത് അംഗീകാരമാണ്? എന്താണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത്? ഇനി കേരളത്തിൽ നിന്ന് ഇങ്ങനെ അവാർഡ് കൊടുക്കണമെങ്കിൽ, സംസ്ഥാനം കൊടുത്ത ലിസ്റ്റിൽ ഇല്ലാത്ത ആൾക്കാർക്ക് അവാർഡ് കൊടുക്കണമെങ്കിൽ ഷീലയ്ക്ക് അവാർഡ് കൊടുത്തൂടെ? ഗിന്നസ് റെക്കോർഡെല്ലാം കിട്ടിയിട്ടുള്ളതല്ലേ ഷീല. ഇനി ജഗദീഷ് ശ്രീകുമാറിന് അവാർഡ് കൊടുത്തിട്ടുള്ളത്, ഗിന്നസ് ബുക്കിൽ കയറിയിട്ടുള്ളതല്ലേ ജഗദീഷ് ശ്രീകുമാർ. എത്ര സിനിമകൾ അഭിനയിച്ചു. പിന്നെ ജനാർദ്ദനൻ മലയാള സിനിമയുടെ കാർന്നവർ എന്ന് നമുക്കിപ്പോൾ വിശേഷിപ്പിക്കാൻ പറ്റുന്ന ഒരു വ്യക്തിയാണ് ജനാർദ്ദനൻ. പിന്നെ മധുസാറിന് പത്മശ്രീ കിട്ടിയിട്ടുണ്ട്. പക്ഷെ മധുസാറിന് ഒരു പത്മഭൂഷൺ ഒക്കെ കൊടുത്തു എന്ന് ആദരിച്ചൂടെ? പക്ഷെ കഴിവുള്ളവരെ നീക്കി വെച്ചിട്ട് ഈ കഴിവില്ലാത്തവർക്ക് എന്തിനാണ് അവാർഡ് കൊടുക്കുന്നത്? ഇനി ഇവർ മരിച്ചു കഴിഞ്ഞാൽ അവർക്കിനി മരണാന്തര ബഹുമതി എന്നെല്ലാം പറഞ്ഞു കൊടുക്കും. പക്ഷെ അവർ ജീവിച്ചിരിക്കുമ്പോൾ അവരെ അംഗീകരിക്കുക. അവർ ജീവിച്ചിരിക്കുമ്പോൾ അവർക്ക് പുരസ്കാരം കൊടുത്ത് അവരുടെ കഴിവുകൾ എല്ലാവർക്കും മനസ്സിലാക്കി കൊടുക്കുക. മരിച്ചു കഴിഞ്ഞാൽ മരണാന്തര ബഹുമതി എന്ന് പറഞ്ഞ് കൊടുക്കാതെ അവർക്കിപ്പോൾ മധുസാറിനും ഷീലാമ്മയ്ക്കും ജനാർദ്ദനും ജഗദീഷ് ശ്രീകുമാറിനും ഇവരെല്ലാം മലയാള സിനിമയുടെ അസറ്റ്സാണ്. ഇവർക്ക് പകരം മറ്റൊരു ആൾക്കാരില്ല. അതുകൊണ്ട് അവരെ ആദരിക്കുക. ദയവ് ചെയ്ത് ഇത്രയും കഴിവുള്ള ആൾക്കാരെ ആദരിക്കുക. ഈ വെള്ളാപ്പള്ളി നടേശന് കൊടുത്തതൊക്കെ ഇവർക്കൊക്കെ കൊടുത്ത് ഒന്ന് ആദരിക്കാൻ പരമാവധി ശ്രമിക്കുക. പത്മ അവാർഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലുള്ള ഒരു ബഹുമാനത്തെ ഇങ്ങനെ കോമാളിത്തരം കാട്ടാതെ ദയവ് ചെയ്ത് ശ്രദ്ധിക്കുക.